മാധ്യമങ്ങളുടെ ഒരു കരുതൽ നോക്കണേ. പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ കോടാനുകോടി സ്വത്തുക്കളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് ചർച്ചയാകുന്നില്ല? കേരളത്തിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിക്ക് 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളമുണ്ട്. അദ്ദേഹത്തിന് ബാക്കിയുള്ള അലവൻസും പിന്നീട് സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വസതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് 46 ലക്ഷം രൂപ സ്വന്തം നിലയ്ക്ക് അക്കൗണ്ടിൽ നിക്ഷേപമുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് നോമിനേഷന് കൊടുത്ത പത്രികയിൽ തുറന്നു കാട്ടുന്നുണ്ട്. 10 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അതിനു മുന്നോടിയായിട്ട് അദ്ദേഹം കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരുന്നു. അത് നമുക്ക് കൃത്യമായിട്ട് 46 ലക്ഷം രൂപ ഒരാളുടെ അക്കൗണ്ടിൽ വരുന്നത് വലിയ അത്ഭുതമല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ ആസ്തി ഒന്ന് ആലോചിക്കണേ. അദ്ദേഹം ആകെ 5 ടേൺ MLA മാത്രം. 5 ടേൺ വെറും MLA ആയിരുന്ന വ്യക്തിക്ക് കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം മാത്രം 2 കോടി അടുപ്പിച്ച് വരും. ഏകദേശം 1,80,00,000 രൂപയുടെ സ്വർണമാണത്ര. ഇന്ന് അദ്ദേഹത്തിന്റെ പത്രിക സമർപ്പണത്തിനെ സംബന്ധിച്ച് സ്ക്രൂട്ടണിയിൽ ഇതിനെ സംബന്ധിച്ച് മൂല്യം കുറച്ച് കാട്ടിയതിനെ കുറിച്ച് പരാതി കൊടുത്ത വ്യക്തി പറയുന്നത് ഒന്ന് കേട്ടെ. അദ്ദേഹത്തിന് വരുമാനം ഉണ്ടോ ഇല്ലെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇല്ലെങ്കിൽ അത് പറയണം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, എനിക്ക് വരുമാനം ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ഭാര്യക്ക് 1128 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന് പറയുന്നു. അത് 146 പവൻ. ഈ 146 പവന്റെ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്ന 46 ലക്ഷം രൂപയാണ്. നമ്മൾ ഇന്നത്തെ നോമിനേഷൻ കൊടുക്കുന്ന തീയതിയിലെ വാല്യൂ അനുസരിച്ച് അതിന് ഏതാണ്ട് 1,57,00,000-ലക്ഷത്തിലധികം രൂപ വരും. അത്രയും പണം ഇന്നത്തെ കാണിച്ചിട്ടില്ല, കുറച്ച് കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 35 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന് അതിന് വെറും 1 ലക്ഷം രൂപ കാണിച്ചിരിക്കുന്നത്. 1,05,800 രൂപയാണ് ഇന്നലെ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥിതിയിൽ സ്വർണത്തിന്റെ സർക്കാർ പ്രസിദ്ധീകരിച്ച വാല്യൂ. സ്വാഭാവികമായും അതിന്റെ വാല്യൂ 35 ലക്ഷത്തിന് മുകളിൽ വരും. അത് കാണിക്കാതെ കുറച്ച് കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമിനേഷൻ കൊടുക്കുമ്പോൾ സർക്കാർ ലയബിലിറ്റി പാടില്ല എന്നാണ്. മന്ത്രിമാർക്കും ഒപ്പോസിഷൻ ലീഡർക്കും ചീഫ് വിപ്പിനൊക്കെ സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് വാഹനം കൊടുക്കുന്നത്. ആ വാഹനം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന എല്ലാത്തരം ലയബിലിറ്റികളും അവരുടെ ചുമതലയായിരിക്കും. നമ്മുടെ മന്ത്രിമാരെല്ലാം ആ ചുമതലയെല്ലാം നിർവഹിച്ചിട്ടുണ്ട്, ലയബിലിറ്റി എല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്. എന്നാൽ ഒപ്പോസിഷൻ ലീഡർ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് വന്നിട്ടുള്ള 2 തവണത്തെ ഫൈൻ അടച്ചിട്ടില്ല എന്ന് ഇന്ന് രാവിലെയും മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ നിന്ന് ലഭ്യമായ റെസിപ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കണേ, കോൺഗ്രസുകാർക്ക് എത്ര വേണമോ അനധികൃതമായി സമ്പാദിക്കാം. പുനർജനി, പ്രളയ ഫണ്ട്, വയനാട് ഫണ്ട്, ഇതെല്ലാം എങ്ങോട്ടാണ് കൺവെർട്ട് ചെയ്തു പോകുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല ചലഞ്ചുകളും നടക്കുമ്പോഴും വിദേശത്ത് പോയി പിരിവെടുക്കുന്നതിന്റെയൊക്കെ പണം എവിടെ എത്തി എന്നതിന്റെ തെളിവാണ്. അതെല്ലാം സ്വർണമാക്കി കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിയ അയ്യപ്പന്റെ സ്വർണം കട്ടവരെല്ലാം കൂടി ചേർന്ന് ഏതെങ്കിലും ഒരു വിഹിതം സതീശന്റെ കയ്യിൽ എത്തിച്ചതാണോ ഈ സ്വർണമെന്ന് നാട്ടുകാർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോ ഇത്രയും കോടാനുകോടി സ്വത്തൊക്കെ സതീശൻ സമ്പാദിച്ചു വെക്കുമ്പോൾ ഇത് സ്വർണം മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വാഹനമുണ്ട്, അദ്ദേഹത്തിന്റെ അത്യാഡംബര വീടുണ്ട്, അതല്ലാതെ മറ്റ് സ്വത്തുവകകളുണ്ട്. എല്ലാം കൂടി സതീശൻ 5 ടേൺ കൊണ്ട് 5 തലമുറ ജീവിക്കാനുള്ള സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നതിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു ആകുലതയുമില്ല. കാര്യം മേനോനായതുകൊണ്ട് അനുവദിച്ചു കൊടുക്കാം. ഒരു തൊഴിലാളിയാണെങ്കിൽ മാത്രമേ അവർക്ക് വല്ലാത്ത ചൊറിച്ചിൽ വരുള്ളൂ. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവർക്ക് പ്രിവിലേജ് അല്ലെങ്കിൽ ഉന്നത കുലജാതന്മാർ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്താൽ അതിന് എങ്ങനെയാണ് പക്ഷം പിടിച്ചും അനുവദിച്ചു കൊടുത്തും വാർത്തയാക്കാതെ സഹായിക്കുന്നതെന്ന് നിങ്ങൾ കാണേണ്ടതാണ്.